ഷാനവാസ് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് ആദിലെ പ്രാങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആദിലയുടെ മിഡ് വീക്ക് എവിക്ഷൻ ഫേക്ക് എവിക്ഷനെ കുറിച്ച് ബിഗ് ബോസ് തൻ്റെ അടുത്ത് പറഞ്ഞതിനെക്കുറിച്ച് ഷാനവാസ് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കണം. ഇതെല്ലാം അകത്ത് നിന്ന് ഒരാൾ കിടന്ന് കാണുന്നുണ്ട്. ഷാനവാസും ഈ അക്ബറും കൂടെ എന്താണ് ഇത്ര ഡിസ്കഷൻ കാര്യമായിട്ട്, അക്ബർ കൂട്ടത്തിൽ നിന്ന് കാല് വാരുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് നിന്ന് ഒരാൾ ഇതെല്ലാം കിടന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുകയാണ്, നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ആദിലയുടെ പേരാണ് പറയേണ്ടത്. അപ്പം അക്ബറിന് ഇങ്ങനെ തട്ടിമുട്ടുള്ള നിപ്പാണ് അക്ബർ നിൽക്കുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ പറഞ്ഞിട്ട് ഷാനവാസ് കേട്ടില്ലല്ലോ, നീ പറഞ്ഞത് ഞാനിപ്പോൾ എന്തിനാണ് കേൾക്കുന്നതെന്നുള്ള രീതിയിൽ. എന്നാൽ പക്ഷേ ബിഗ് ബോസിൻ്റെ ടാസ്കുമായി പോയി. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, നമ്മളിത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ അക്ബർ ചോദിക്കുന്നത്, അതിന് ഓൾറെഡി നമുക്ക് ഫുഡ് കിട്ടാറുണ്ടല്ലോ, ഫ്രൈഡേ ഒക്കെ നമുക്ക് ഫുഡ് കിട്ടാറുണ്ടല്ലോ, അപ്പം പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇനി എന്താ പറയുക, നോൺ വെജ് ഒക്കെ തരും, എപ്പോഴും നമുക്ക് വെജ് അല്ലേ തരുന്നത്, അപ്പം നോൺ വെജ് ഒക്കെ തരും എന്നൊക്കെ ഷാനവാസ് പറഞ്ഞ് അക്ബറിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. നോൺ വെജ് ഫുഡ് ഇതൊക്കെ പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അക്ബർ ഇനി എങ്ങാനും പോയി ചതിച്ചാലോ എന്ന് ഷാനവാസിന് ഒരു പേടിയുണ്ട്. അപ്പോൾ ഷാനവാസ് വെറുതെ തട്ടിവിട്ടതാണോ ഫുഡിൻ്റെ കാര്യം എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ബിഗ് ബോസ് ഫുഡിൻ്റെ കാര്യമൊന്നും പറയുന്നതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടില്ല. അപ്പോൾ ഷാനവാസ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഫുഡിൻ്റെ കാര്യമൊക്കെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അതേപോലെ നിന്നെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നെവിനെയും നമ്മുടെ അതേപോലെ ആര്യനെയും കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇത് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ഷാനവാസ്. അതിനുശേഷം ഷാനവാസ് നേരെ ചെന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തും അതുപോലെ സാബുമാൻ്റെ അടുത്തുമാണ്. അവരുടെ അടുത്തും ഈ സെയിം കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ അതിലേനെ നമുക്ക് എവിക്റ്റ് ആക്കണം, മിഡ് വീക്കിൽ അതൊരു ഫേക്കായിട്ടൊരു ഡ്രാമ കളിച്ചിട്ട് വേണം എവിക്റ്റ് ആക്കാൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ലക്ഷ്മി സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ആതിരയ്ക്ക് നല്ല ഡൗട്ടുണ്ട്, നമ്മൾ തമ്മിൽ നല്ല ഒരു ധാരണയിലാണോ പോകുന്നതെന്നൊക്കെ ഒരു ഡൗട്ട് ആദിലേക്ക് ഉണ്ടെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഷാനവാസെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അക്ബർ നമ്മുടെ ആര്യനെയും നെവിനെയും വിളിച്ചിട്ട് ഈ കാര്യം അവതരിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ആര്യന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെ ആര്യൻ ടാസ്ക് അല്ലേ ചെയ്തേക്കാം, പക്ഷേ എനിക്കിപ്പം അതിലേനെ എവിക്റ്റ് ആക്കണമെന്നൊന്നും ഇല്ല, അതിലൂടെ നമുക്ക് അവരുടെ ഗെയിം ഇഷ്ടമല്ലെങ്കിൽ മാത്രം പേര് പറഞ്ഞാൽ പോരെ. അപ്പോൾ അക്ബർ പറഞ്ഞിട്ട് ഇത് ടാസ്ക്കാണ്. അപ്പം ആര്യൻ സമ്മതിച്ചു, ഓക്കെ ടാസ്ക് ആണല്ലേ, ഓക്കെ ഞാനത് ചെയ്യാം, പക്ഷെ ഇത് നീ പറഞ്ഞാൽ പോരാ, എനിക്ക് പറഞ്ഞത് ഷാനവാസിൻ്റെ അടുത്തല്ലേ ബിഗ് ബോസ്, അപ്പോൾ ഷാനവാസ് തന്നെ വന്ന് പറയട്ടെ എന്ന് ആര്യൻ പറയുന്നുണ്ട്. നെവിൻ ഇങ്ങനെ ആരും പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നെവിൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നെവിൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നെവിൻ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ ഷാനവാസ് വരുന്നു. ഷാനവാസ് വന്നതിന് ശേഷം ആര്യൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും നമ്മുടെ നെവിൻ്റെ അടുത്തും പിന്നെയും ഈ കാര്യം ഒന്നും കൂടെ അവതരിപ്പിക്കുന്നു. ഇതുപോലെ ഫുഡൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് നമുക്ക് ലൈവിൽ കാണാം.